പിന്നെ അസൂയയെ പ്രചോദനമായിട്ട് എടുക്കുക. എങ്ങനെ? അവന് ഭയങ്കര ഉഷാറ്, അതുകൊണ്ട് നമുക്കിത് ഇല്ലാതാക്കാൻ ഏതെങ്കിലും ഒരു മന്ത്രക്കാരനെ ഒരു തന്ത്രക്കാരനെ കാണട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം എങ്ങനെ അവൻ അങ്ങനെ ആയത്? അതുപോലെ ഞാനാവും എഴുതിയിട്ട് അധ്വാനിക്കുക. റാങ്ക് കിട്ടിയതാണോ? ഡിഗ്രിക്ക് മറ്റൊരു റാങ്ക് കിട്ടിയ അസൂയാണ്. PGക്ക് ഞാൻ മേടിക്കുന്നു വിചാരിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക. അദ്ദേഹം ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങി, അതിൽ ഗംഭീര വിജയം നേടിയോ. എന്നാൽ ഞാനിപ്പുറത്തൊരു പലചരക്ക് കട തുടങ്ങിയിട്ട് വിജയിക്കുമെന്ന് തീരുമാനിക്കുക. അവൻ്റെ മക്കൾക്ക് റാങ്ക് കിട്ടുന്നുണ്ട്, എന്തുകൊണ്ടാണ് പഠിക്കുക? ആ മക്കളൊക്കെ എങ്ങനെയെങ്കിലും വണ്ടി തട്ടേന്നല്ല. നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂല, ഓർക്കാൻ പറ്റൂല. അബുദാബിയിലൊക്കെ ഒരു വീട്ടിലെ കുഞ്ഞുങ്ങൾ 4 മരിച്ചു പോയ റിപ്പോർട്ട് നമ്മൾ കാണുന്നുണ്ട്. നല്ല പൂമ്പാറ്റകളെ പോലെ പാറിക്കളക്കേണ്ടവർ. ആ കുടുംബത്തിന് അള്ളാഹു മനസ്സമാധാനം നൽകട്ടെ. ഒരു കുട്ടിയെ ബാക്കിയുള്ളത്. അത്തരം അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നല്ല റാങ്ക് കിട്ടിയ കുട്ടിയാണ്. അവൻ ബൈക്ക് ഓടിക്കുമ്പോൾ വീണ് അവന്റെ തല പൊളിയട്ടെ എന്നല്ല വിചാരിക്കേണ്ടത്. എൻ്റെ കുട്ടിക്ക് എന്തുകൊണ്ട് റാങ്ക് കിട്ടണില്ല എന്ന് ആലോചിക്കണം. അപ്പൊ അവൻ ട്യൂഷൻ കൊടുക്കേണ്ടി വരും. അവനെ സുബൈൻ്റെ ഇരുത്തി പഠിപ്പിക്കണോ? വേണ്ടി വരും. എല്ലാവരും മൊബൈലിൽ കളിക്കുകയാണ്, അതുകൊണ്ടാണ് കുട്ടിക്കും പ്രചോദനം. ഇയാളും ഭാര്യയും മൊബൈലിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ഇതാണ് അസൂയയെ പ്രചോദനാത്മക എന്ന് പറഞ്ഞാൽ.